പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസിന്റെ സിബിഐ ശുപാർശയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർക്കാർ നീക്കമെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ ഗൂഢനീക്കം വിജയിക്കില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. സർക്കാരിന്റെ ഗൂഢലക്ഷ്യം ജനം തള്ളിക്കളയുമെന്ന് ഷാഫി പറമ്പിൽ എംപിയും കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്നാണ് എം ഹസന്റെ പ്രതികരണം. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ ഇതെല്ലാം. ജനം മനസ്സിലാക്കൂലേ? അത്രേ ഉള്ളൂ. മാത്രമല്ല, പിണറായിക്ക് പറ്റാത്തണ്ടേ ഉള്ളൂ. എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും? അതിൽ ഭാഗം അങ്ങനെ അന്വേഷണം കൊണ്ടൊന്നും തളരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് CBI കളിച്ചാലും ശരിയാവുന്ന ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ CPM ഉം BJP ഇപ്പോൾ ഒരേ തൂവൽ പക്ഷികളായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, സോണിയാഗാന്ധിനെ വിചാരണ ചെയ്യണം. ഇപ്പോൾ ശരിക്ക് ശിവൻകുട്ടി സംഘിക്കുട്ടിയായിട്ട് മാറി, CPIക്കാരൻ്റെ മുദ്രാവാക്യം പോലെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് CBI കൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് ഓരോ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഞങ്ങൾ അതുകൊണ്ടൊന്നും ഭയപ്പെടില്ല. ഇത്തവണ ഇലക്ഷനിൽ UDF ജയിച്ചിരിക്കും. ആരെന്തൊക്കെ അഭ്യാസം കളിച്ചാലും ശരി. നമുക്കതിനകത്ത് ആശങ്കയൊന്നുമില്ല. ഒരു ചുക്കും ഭരിക്കാൻ അവർക്ക് സാധിക്കില്ല. ശുദ്ധ അസംബന്ധമാണ് അവരുടെ അത്തരം കാഴ്ചപ്പാടുകൾ. ഇത് വെള്ളിക്കാപ്പട്ടണമല്ല. ഇവിടെ കോടതിയും ഇവിടെ പോലീസും ഒക്കെ ഉണ്ട്, ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് കാണാം ബോധപൂർവം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് എന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത് പൊക്കുന്നത്. എന്താ നേരത്തെ പോകാത്തത്? ഇത് വേറെ ഒരു ഓലപ്പടക്കമാണ്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിജിലൻസ് ശുപാർശ ചെയ്ത് അവിടെ CBI എടുക്കാതിരിക്കുകയാണോ? ഒന്നത് ഇനി എടുത്താൽ തന്നെ എന്തുണ്ടാവാൻ? ഒന്നും ഉണ്ടാവാനില്ല. മാത്രവുമല്ല, 5 വർഷമായിട്ട് ഈ കേസ് നിൽക്കുന്നുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇതൊന്നും ചിലവാകാൻ പോകുന്നില്ല. ജനങ്ങൾക്കും ഇത് ബോധ്യമുള്ള കാര്യമാണ്. ഇനിയും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കുരുക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് ഒരു മുന്നോട്ട് പോവുകയായിരുന്നു. പുനർജനിയായിരുന്നാലും മറ്റു പല കേസുകളിലും പ്രതിപക്ഷ നേതാവിനെ കുരുക്കാൻ ഇവർ നോക്കി. ഒന്നിലും കുരുങ്ങിയില്ല. സംസ്ഥാന ഗവൺമെൻറ് വിജിലൻസ് അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം. എന്തിനാണ് കേന്ദ്ര അന്വേഷണം? CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ്. ഈ അടുത്ത കാലത്ത് എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിൻ്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ച് ഉപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ്. ഇതേ വിജിലൻസാണ് പുനർജനി കേസ് അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. വീണ്ടും ഇപ്പോൾ എന്തിനാ ഈ വിജിലൻസ് അന്വേഷിക്കാൻ അവർ ശുപാർശ ചെയ്തത്? ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രതിപക്ഷ നേതാവിനെ വീണ്ടും എതിരായ ഒരു ആരോപണം ഉന്നയിക്കും. അല്ലെങ്കിലും വിജിലൻസ് അല്ലല്ലോ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ ഉത്തരവിടാൻ. ഗവൺമെൻറ് പറയട്ടെ, അപ്പം നമുക്ക് കാണാൻ കഴിയും. ഇത് വെറുതെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് എല്ലാം വളരെ സുതാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇന്നലത്തെ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയുള്ളത് അടവ് മാത്രമേ ഉള്ളൂ. അത് വെച്ചോട്ടെ. അങ്ങനെ ഇവർ ഇലക്ഷൻ ആകുമ്പോൾ ഇത് പല പരിപാടികൾ ചെയ്യുന്നതാണല്ലോ അല്ലേ? എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ 9 വർഷമായില്ലേ എന്ത് ചെയ്തു? 9 വർഷമായി എന്ത് ചെയ്തു? ഇന്ന് ഇങ്ങനെ ഒരു തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ചു വരുന്നത് അത് ഈ തൽക്കാലം ഉണ്ടായ ക്ഷീണത്തെ മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്നലെ ഉണ്ടായത് മറന്നോ? ചരിത്രത്തിൽ ഏതെങ്കിലും കേരളത്തിലിരിക്കുന്ന ഒരു ആളെ ശിക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടായതുണ്ടോ? അത് മറയ്ക്കാൻ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ചെപ്പടി വിദ്യ ഞങ്ങളുടെ എടുക്കണ്ട. അതായത് തീർത്തും രാഷ്ട്രീയ പ്രതികാരമല്ലേ? കാരണം പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാളുടെ പേരിൽ വിജിലൻസ് CBIക്ക് ശുപാർശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയമാണ്. അതിലൊന്നും ഭയപ്പെടുന്നവരല്ല ഞങ്ങളാരും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് പേരുള്ള കേസ് എന്താ ഉള്ളത്? വിജിലൻസ് എത്ര കാലം അന്വേഷിക്കുന്നു? ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ഒരു CBI കേസ് വിടുന്നു പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. അതൊന്നും തന്നെ ഏൽക്കുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ വിശ്വാസം.